ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ പൂർണിമാമ അശൂരെ താലി പൊട്ടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അതെ, ഒരു കാര്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ. മക്കള് തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ തിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതിലും നല്ലത് ഒരഭിപ്രായം എനിക്കുള്ളത് എന്താന്ന് വെച്ചാല് ആ താലി നീ തന്നെ പൊട്ടിച്ചു കളയുന്നതല്ലേ നല്ലത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതാ നല്ലത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഒന്നും മിണ്ടിയില്ല. നീ അഴിക്ക്, പറ്റിപ്പോയ അബദ്ധം സ്വയം തന്നെ തിരുത്ത് എന്ന് പൂർണിമാമ ഇങ്ങനെ പറയാണ് അച്ചുവിനോട്. നീ ഒരു പാവാണ്, അതുകൊണ്ട് താലിയുടെ മഹത്വം ഒക്കെ നിനക്കറിയാം, അതും എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ചിലപ്പോ ഈ താലി നിനക്ക് പൊട്ടിച്ചെറിയാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കാം. നിനക്ക് താലിയോട് മഹത്വം ഒന്നും എനിക്ക് തോന്നുന്നില്ല അച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു ഇങ്ങനെ മിണ്ടാതെ നിന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് എന്താണേലും പൊട്ടിച്ചെറിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പൂർണിമാമ താലിയെ കയറി പിടിക്കുകയാണ്. അപ്പൊ അച്ചു ആ പൂർണിമാമയുടെ കയ്യെ കയറി പിടിച്ചിട്ട്, അതെ അമ്മേ, പൊന്നുമടത്തിൽ മാധവ മേനോന്റെ മകൾക്ക് ഒരു നേരും നെറിയുണ്ടമ്മേ. അവൾ ഒരിക്കലും സംസ്കാരം വിട്ട് പെരുമാറില്ല, അത് പെരുമാറാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം ഒന്നും മിണ്ടാതെ നിന്നോ. എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണമായും സമ്മതമാണ് എന്ന് തന്നെ അച്ചു പറഞ്ഞു. അതുകൊണ്ട് ഈ താലി എന്റെ കഴുത്തിൽ തന്നെ കിടക്കും. ശ്രീഹരി ഇതുവരെ എന്റെ സുഹൃത്ത് മാത്രമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ ഭർത്താവ് കൂടിയാണ്. ഞാൻ അവന്റെ ഭാര്യയും. അപ്പോ ഞാൻ എന്റെ വാക്കിന് ഒരു വിലയില്ലേ എന്ന് ചോദിച്ചു. നീ എന്നെ അമ്മയായിട്ട് കാണുന്നില്ല. അപ്പൊ ഒന്നും മിണ്ടാതെ നിന്ന് കുറച്ചു നേരം. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പൊ എന്റെ മക്കള് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാല് തോറ്റുപോയില്ലേ ഞാൻ. അപ്പൊ വേഗം തന്നെ പൂർണിമാമ അവിടെ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന പോലെ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ ഋതുവും സ്വാതിയും കൂടെ പിടിച്ചു. അപ്പൊ പല്ലവി ചെന്നപ്പത്തേനും തൊട്ടു പോവരുത് എന്ന് പറഞ്ഞു. തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? എന്റെ അമ്മ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ മതിയായില്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും ഒക്കെ ആയില്ലേ? വാമേ പിടിയിടി സ്വാതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പിടിച്ചോണ്ട് പൂർണിമാമയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ സേതു അവിടെ നിൽക്കുന്നു. എന്ന് വെച്ച് ദേ താലികെട്ട് കഴിഞ്ഞു, പക്ഷെ ഈ ചടങ്ങുകളൊന്നും പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല. താലികെട്ട് നടന്ന സ്ഥിതിക്ക് കന്യാദാനവും നടക്കണം എന്ന് തിരുമേനി എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ പറയാണ്. അല്ലെങ്കിൽ അതിന്റെ ദോഷവും വരനും വധുവിനും ഉണ്ടാവും. ഒന്നും മുടക്കേണ്ട തിരുമേനി, എല്ലാം ആചാരപ്രകാരം തന്നെ നടക്കട്ടെ എന്ന് കുറുപ്പമാവൻ പറഞ്ഞു. പെണ്ണിന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആള് മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുറുപ്പമാവൻ സേതു നീ ചെല്ല എന്ന് പറഞ്ഞു. നീ അത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ സേതു നേരെ എന്താ പറയാ മണ്ഡപത്തിലേക്ക് കയറി ചെന്നിട്ട് ഹരിക്കും അച്ചൂരും കൈ പിടിച്ച് ഹരിയുടെ കൈ പിടിച്ച് അച്ചൂനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ചന്ദനം തൊട്ടു സിന്ദൂരം തൊട്ടു കൊടുക്കുകയാണ് ശ്രീഹരി. അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം മംഗളമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ കുറുപ്പമാവൻ അതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, നീ പേടിക്കൊന്നും വേണ്ട, പൂർണിമയ്ക്ക് വെറും ചെറിയ തലകറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ കഴിഞ്ഞ് അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോ ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കണ്ടേ എന്ന് ചോദിച്ചു. വേണം, സാധാരണ ചെറുക്കന്റെ വീട്ടിലേക്കാണ് പെണ്ണ് കല്യാണം കഴിഞ്ഞ് ചെല്ലേണ്ടത്. ഇവിടെ വീടോ ബന്ധുക്കളോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് പൊന്നുമടത്തിലേക്ക് പോകുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അല്ല അമ്മ, എന്നായാലും ഇതൊക്കെ നേരിടേണ്ടി തന്നെയല്ലേ? അത് കുറച്ച് നേരത്തെ ആവുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അതുകൊണ്ടാ പറയുന്നത്. അപ്പം ശ്രീഹരിക്ക് മനസ്സിലൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട്. നീ വിഷമിക്കൊന്നും വേണ്ടടാ, പൂർണിമയുടെ ഈ ദേഷ്യമൊക്കെ അതൊക്കെ പെട്ടെന്ന് മാറിക്കോളും. ഇവര് നന്നായി ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്താ ഏതമ്മയുടെ മനസ്സായിപ്പോ ഇളക്കാത്തത്. അതൊന്നും വലിയ കാര്യമുള്ള കേസല്ല എന്നും കുഴപ്പമാവൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നീ ധൈര്യമായിട്ട് ചെയ്തു തള്ളിപ്പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ ശ്രീഹരിയുമായിട്ട് അച്ഛന്റെ വിവാഹം കഴിച്ചതില് പൂർണിമ നിന്നെ അഭിനന്ദിക്കുള്ളൂ. അത് സംഭവിച്ചാ മതിയായിരുന്നു. അത് സംഭവിക്കും. നീ അതിന് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല സേതു. നീ അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞു. അവര് നിന്നെയും കാത്തിരിക്കുക. ശരി എന്ന് പറഞ്ഞ സേതു കുറുപ്പമാവനും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ വാ, കയറ് എന്ന് പറഞ്ഞ് വണ്ടിക്കകത്തേക്ക് കയറ്റി. എന്നിട്ട് മണീനെ വിളിച്ച് വണ്ടി എടുക്കാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവരെ എന്താ പറയാ ഇവരെ എല്ലാവരെയും കൂടെ അല്ലെങ്കിൽ ശ്രീഹരിനെയും അച്ചുവിനെയും കൂടെ കൂട്ടി പൊന്നുമടത്തിലേക്ക് വിട്ടിരിക്കുകയാണ് നമ്മുടെ സേതു. എന്നിട്ട് ബാക്കി എല്ലാവരെയും യാത്രയാക്കി. അപ്പൊ കുറുപ്പമാവനും നേരെ പോയി കേട്ടോ. പിന്നെ സേതുവും പല്ലവിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ യാത്ര ഇവര് തിരിച്ചു നേരെ പൊന്നുമടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്ന വഴിക്ക് ശ്രീഹരിക്ക് ഭയങ്കര സന്തോഷമായി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ സേതുവിനെ പ്രതിയാണ് ഒന്നും പറയാതെ പോയത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ശ്രീഹരി ഭയങ്കര ഹാപ്പി ആയിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ്. താൻ തൊട്ടോ സിന്ദൂരം അച്ഛൻ്റെ നെറ്റിയില്, താൻ കെട്ടിയ താലി അച്ഛൻ്റെ കഴുത്തില്, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അച്ഛനെ. അച്ഛൻ നോക്കുമ്പോൾ തിരിഞ്ഞിരിക്കും, അങ്ങനെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് സേതുവിനെയും പല്ലവിനെയാണ്. അപ്പൊ പോവാൻ തുടങ്ങിയപ്പോ പല്ലവി തന്നോട് വേണം ഏറ്റവും നന്ദി പറയാൻ എന്നിങ്ങനെ പല്ലവിയോട് പറയാം. പല്ലവി കാരണം കൊണ്ടാ ശരിക്കും പറഞ്ഞാല് ഈ കല്യാണം നടന്നില്ലായിരുന്നു എങ്കില് അത് ഓർക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു പല്ലവി പൊന്നും മഠത്തിന്റെയും ശരിക്കും പറഞ്ഞാൽ മാധവ മേനോന്റെയും ഒക്കെ എന്റെ അഭിമാനമാ താൻ രക്ഷിച്ചത്. അഭിമാനം ഞാൻ രക്ഷിച്ചു എന്നോ? ഞാനോ? എന്റെ പൊന്ന സേതുവേട്ടാ, ഒരിക്കലുമില്ല സേതുവേട്ടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഏതോ ഒരു ശക്തി, ആ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അഭിമാനം രക്ഷിച്ചു എന്ന് സേതുവേട്ടൻ പറയണം എങ്കില് ഞാൻ നിങ്ങളുടെ അഭിമാനമല്ലേ രക്ഷിച്ചിട്ടുള്ളൂ, ശരിക്കും ജീവൻ രക്ഷിച്ചിട്ടില്ലല്ലോ. പക്ഷെ സേതുവേട്ടൻ എന്റെ ജീവനല്ലേ രക്ഷിച്ചത്. അപ്പൊ പിന്നെ അതിന് ഞാൻ എങ്ങനെ സേതുവേട്ടനോട് നന്ദി പറയും എന്ന് ചോദിച്ചു. അപ്പൊ സേതു മിണ്ടിയില്ല. ശ്രീഹരി അവനെ ഓർക്കുമ്പോഴേക്ക് സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അവൻ എന്തും ചെയ്യും, അതുകൊണ്ടാ അവൻ ഈ കല്യാണത്തിന് തന്നെ സമ്മതിച്ചത്. അല്ലാതെ അവന് വേണ്ടിയിട്ടല്ല, അവൻ എനിക്ക് വേണ്ടിയിട്ടാ അവൻ ഈ ത്യാഗം ചെയ്തത്. അതില് എനിക്ക് ശരിക്കും പറഞ്ഞാല് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എന്തിനാ സങ്കടപ്പെടുന്നത്? ശ്രീഹരിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. അച്ചു നല്ല കുട്ടിയല്ലേ സേതുവേട്ടാ, ശ്രീഹരിക്ക് അവളെ ഇഷ്ടമാണ്. എന്താ പറഞ്ഞത്? ശ്രീഹരിക്ക് ഇഷ്ടമാണെന്നോ? ആ അതേന്നെ, ഇഷ്ട. ഞാൻ ഈ പ്രപ്പോസല് വെറുതെ പറഞ്ഞെന്നാണോ സേതുവേട്ടൻ കരുതിയത്? എങ്കിലല്ല, ഹരിയുടെ ഉള്ളില് അച്ചുവിനോടൊരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത്. അതെങ്ങനെയാ പല്ലവിക്ക് മനസ്സിലായത്? പറയാം, അവനെക്കുറിച്ച് എല്ലാം അറിയുന്ന കാളല്ലേ ഞാൻ. അപ്പൊ പിന്നെ എനിക്ക് പോലും ഇങ്ങനൊരു സൂചന കിട്ടിയില്ലല്ലോ. ഇന്നലെ ഹൽദി കഴിഞ്ഞ് എല്ലാരും പോയി കഴിഞ്ഞിട്ടാ ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ദൈവമായിട്ടാ മിത്രേട്ടനെയും ഹരിയെയും എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. രണ്ടുപേരും ശകലം കഴിച്ചിരുന്നു. അതുകൊണ്ട് മനസ്സിലുള്ളത് പുറത്തു വരാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എന്നുള്ളതാ സത്യം. അപ്പൊ രണ്ടുപേരും നിഖിലിനെയൊക്കെ കണ്ടിട്ട് ബാറി കയറി രണ്ടെണ്ണം അടിച്ചിട്ടാണ് ആ വരവ് നേരെ പൊന്നുമടത്തിലേക്കായിരുന്നു വന്നിരുന്നത് കേട്ടോ. അപ്പം വന്നപ്പോഴത്തേനും നേരെ പല്ലവിയുടെ മുന്നിലേക്ക് വന്നു. ആഹാ ശ്രീഹരി, നീ കുടിക്കുവോ എന്ന് പല്ലവി ഇങ്ങനെ ചോദിക്കാം. ഒന്നുമില്ല, ഇന്ന് മാത്രം എന്ന് പറഞ്ഞു. അതെന്താ ഇന്ന് മാത്രം? എന്താ ഇത്ര? ലൈറ്റ് നോക്കടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കെട്ടിപ്പിടിച്ച് രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് വരികയാണ് മിത്രനും ഹരിയെ, നിന്നോടല്ലേ ചോദിച്ചത്? ഇല്ല, ഇന്ന് മാത്രമേ കുടിച്ചിട്ടുള്ളൂ പല്ലവി ടീച്ചറെ. അതിന് കാരണം ഉണ്ടല്ലോ. എടാ ഞാൻ പറയാം, എനിക്ക് വേണ്ടി ആരും സംസാരിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇവൻ എന്നെ കൂടി തള്ളിയിടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് വീഴുകയാണ് നിലത്ത്. എന്നിട്ട് ഇവന് ഭയങ്കര സങ്കട ടീച്ചറെ. ഇവൻ പറയാ, ശരിക്കും അതായത് അച്ചു ഉണ്ടല്ലോ, കല്യാണം കഴിക്കാൻ പോണ ആ അച്ചുവിന് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ. പക്ഷെ എന്ത് ചെയ്യാനാ, ധൈര്യമില്ല. ആർക്കാ? അച്ചുവിനല്ല, ദേ ഇവൻ ഒട്ടും ധൈര്യമില്ല. എന്താ ശ്രീഹരി കേൾക്കുന്നത്? ശരിയാണോ ഈ മിത്രേട്ടൻ പറയണത്? എന്താ ശരിയായിക്കൂടെ? എന്നോട് ആർക്കും പ്രേമൊന്നും തോന്നിക്കൂടാ? എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവി ഒന്ന് ഞെട്ടി. ഞാനൊന്ന് വിരള് ഞൊടിച്ചാൽ അപ്പ തന്നെ ഇറങ്ങി വരും കല്യാണ പെണ്ണ്. പക്ഷെ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്താ കാരണം ചോദിക്ക, ഞാൻ പറയാം. സേതുവേട്ടൻ എന്റെ ദൈവമാ, എന്റെ ദൈവം. കേട്ടിട്ടില്ലേ? അച്ചുവിന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഞാൻ കൂട്ടുനിന്നാൽ സേതുവേട്ടനെ ഞാൻ ചതിക്കുന്ന പോലെയാവും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഒരിക്കലും പാടില്ല. നന്ദികേട് ഞാൻ കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രം കൊണ്ടാ ഞാന് എല്ലാം മറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ഞെട്ടിപ്പോയി കേട്ടോ. അനാഥന് വലിയ വലിയ മോഹങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ചേച്ചി. അതെ, ഉണ്ടായി പോയാലേ ഇതുപോലെ കള്ളു കുടിക്കേണ്ടി വരും. ഇന്നത്തെ രാത്രി അത് ഉറങ്ങണമെങ്കിൽ എനിക്ക് 2 എണ്ണം കഴിക്കണം.
അല്ലാതെ എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പാവം ഇന്ന് ഇന്ന് രാത്രി കഴിഞ്ഞാല് നാളെ രാത്രി എന്റെ അല്ല അച്ചു, പിന്നെ മറ്റൊരാളുടെയാ. അത് എന്ത് ചെയ്യാനാ? സഹിക്കണം, എല്ലാം സഹിക്കണം. ടീച്ചറെ കേട്ടല്ലോ ഇവന്റെ മനസ്സ്. ടീച്ചറിനെ പറ്റുമെങ്കിലൊന്ന് സഹായിക്കാൻ നോക്ക്. നിഖിലിനെക്കാളും എന്തുകൊണ്ടും അച്ചുവിന് ചേരുന്നത് ശ്രീഹരി തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. വാ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രീഹരിയും കൂട്ടിക്കൊണ്ട് മിത്രൻ റൂമിലേക്ക് പോവാണ്. അപ്പൊ അച്ചുവിന്റെ അടുത്തേക്ക് നമ്മുടെ പല്ലവി ചെല്ലുകയാണ് കേട്ടോ. അപ്പം അച്ചു എന്ന് വിളിച്ചു. എന്താ ചേച്ചി, എന്താ? ഞാനൊരു കാര്യം പറഞ്ഞാൽ കേട്ടിട്ട് നിനക്ക് ഷോക്ക് ആവരുത്, സത്യസന്ധമായ കാര്യമാണ് പറയണത് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ചേച്ചി പറഞ്ഞോ. അതെ ശ്രീഹരി, അത് മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ചേച്ചി എന്താണെങ്കിലും വെച്ച് താമസിപ്പിക്കണ്ട, പറഞ്ഞോ, എന്താണെങ്കിലും കുഴപ്പമില്ല. നിഖിലെന്ന് പറയുന്ന ആ വ്യക്തി, അവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്താ ചേച്ചി? നിഖില് ഇന്ദ്രന്റെ ആളാ. നിന്നെ വിവാഹം കഴിക്കുന്നത് അവന് വേണ്ടിയിട്ടല്ല, ഇന്ദ്രന് വേണ്ടിയിട്ടാണ് വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത്. അത് എന്നെയും സേതുവേട്ടനും എന്താ പറയാ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെയും സേതുവേട്ടനോട് പ്രതികാരം ചെയ്യാൻ. അതെ ശരിക്കും പറഞ്ഞാ ഇതൊരു ചതിയാ എന്ന് പല്ലവി ഇങ്ങനെ അച്ഛനോട് പറയാം. നാളെയല്ലേ ചേച്ചി കല്യാണം, ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ജീവിതം തകരരുത്, എത്രയുള്ളൂ എനിക്കും സേതുവേട്ടനും. അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ സേതുവേട്ടൻ ഈ കല്യാണം തടയും. അതിന് നിഖിൽ ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല, പകരം മറ്റൊരാള് താലി കെട്ടും, ശ്രീഹരി എന്ന് പറഞ്ഞു. അപ്പൊ അച്ചുവിന് ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ ആളൊന്ന് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കുറച്ചു നേരം നിന്നു. ആളാഗ്രഹിച്ചത് ശ്രീഹരിയോ? ഹരി സമ്മതിച്ചോ എന്ന് വേഗം ചോദിച്ചോ. ആദ്യം വേണ്ടത് നിന്റെ സമ്മതം അച്ചു, അതിനുശേഷം ശ്രീഹരിയുടെ. നിന്റെ മനസ്സാ ഞങ്ങൾക്കറിയേണ്ടത് എന്ന് പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം അച്ചു ഇങ്ങനെ നിന്നിട്ട് എനിക്ക് സമ്മത എന്ന് പറഞ്ഞു. പല്ലവിക്ക് അപ്പോഴാണ് ആശ്വാസം വന്നത്. അല്ലെങ്കിലും നിഖിലിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അയാളെ കെട്ടിയാല് നരകമായിരിക്കും എന്റെ ജീവിതം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ശ്രീഹരിയെ എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. ഞാൻ ആഗ്രഹിച്ച അത്തരത്തിലൊരു ഭർത്താവാകാൻ ശ്രീഹരിക്ക് സാധിക്കും. എന്നാ ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്യാൻ ശ്രമിക്കട്ടെ. തൽക്കാലം ആരോടും ഒന്നും പറയുന്നില്ല, എല്ലാം രഹസ്യമായിരിക്കും. ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിലും ഭേദം കല്യാണം കഴിക്കാതിരിക്കുന്നതാ. ചേച്ചി ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ശ്രീഹരി കല്യാണം കഴിക്കാൻ എനിക്ക് തയ്യാറാ, ഞാൻ മനസ്സാ എന്ന് അച്ചു പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സേതുവിനോട് പല്ലവി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആഹാ, അപ്പൊ അങ്ങനെ ഇതിനിടയ്ക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലേ, ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ സമ്മതം മൂളിയത്. സമാധാനവും സന്തോഷമായി. പിന്നെ ഒരു കാര്യത്തില് സേതുവേട്ടൻ എനിക്ക് വാക്ക് തരണം. ഈ കല്യാണം നടത്തിയത് ഞാനാണെന്ന് എല്ലാവരോടും പറയണം. സേതുവേട്ടനോട് അമ്മയ്ക്ക് ഇച്ചിരി നീരസമുണ്ട്. ഞാനാ നടത്തിയെന്ന് അറിഞ്ഞാൽ ആ നീരസം മാറിക്കോളും. അങ്ങനെ ഇപ്പൊ തൽക്കാലം മാറണ്ടെങ്കിലോ പല്ലവിയെ കുഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. കല്യാണം നടത്തിയതിന്റെ പേരില് എന്നെ ആര് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ, അത് മുഴുവനും ഞാൻ അങ്ങ് സഹിച്ചോളാം. പക്ഷേ പല്ലവി തന്നെ ഇതിനാരിന്റെ പേരില് പഴി പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമില്ല, എനിക്ക് സഹിക്കില്ല. സേതുവേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ആ നന്മ വേണ്ടെങ്കിലോ? എന്താണെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോണ്ടതല്ലേ. സേതുവേട്ടൻ അങ്ങനെയല്ലല്ലോ. എങ്ങനാണെങ്കിലും അല്ലെങ്കിലും പല്ലവിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച വേണ്ട. കല്യാണം നടത്തിയത് ഞാനാ. പല്ലവി ഒന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. അല്ല സേതുവേട്ടാ, മിണ്ടരുത്. മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറാൻ നോക്ക. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ മതി. പിന്നെ ശ്രീഹരി, അവനോട് ചെന്ന് പറഞ്ഞേരെ മദ്യപാനം അത്ര നല്ല ശീലമൊന്നും അല്ലെന്ന്. പണ്ടവനെ കുടിക്കുന്നതൊന്നും എനിക്ക് അത്ര പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കാരണം എന്റെ പെങ്ങടെ കണ്ണു നനയുന്ന ഒരു കാര്യവും അവൻ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? അത് എനിക്ക് നിർബന്ധമുണ്ട്. എന്താ പറയാ, എല്ലാ ദുശീലങ്ങളും വിട പറഞ്ഞേ പറ്റുള്ളൂ. എന്താ ഇപ്പൊ പറയണ്ടേ? നോ സ്മോക്കിംഗ്, പിന്നെ നോ ഡ്രിങ്കിങ്, ഒള്ളി ലവ്. എന്താ അതുപോലെ കറക്റ്റില്ല പല്ലവി? കറക്റ്റാ എന്ന് പറഞ്ഞു. പൊളിച്ചു. എന്നാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇവര് പൊന്നുമടത്തിലേക്ക് അങ്ങനെ പോവാണ് കേട്ടോ.
പൊന്നുമടത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയത്താണ് പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ്. ഇന്ദ്രന്റെ വീട്ടില് അപ്പൊ രാജലക്ഷ്മി അവിടെ നിന്ന് പച്ചക്കറി അരിയുന്നു. അംബിക അപ്പുറത്ത് നിൽപ്പുണ്ട്. വിഷു ആണെങ്കിൽ അവിടെ ടേബിളിന്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പം നേരെ ഇന്ദ്രൻ കയറി വരുന്നു. കയറി വന്നപടി അവിടെ വെച്ചിരുന്ന പച്ചക്കറി എല്ലാം കൂടെ തട്ടി താഴോട്ട് ചടിച്ചു. എന്താടാ നിനക്ക് പറ്റിയത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചു. ദേ എനിക്ക് ഭ്രാന്ത് മൂത്ത് നിൽക്കുക. എന്തേലും ഇപ്പൊ സംസാരിക്കാൻ വന്ന അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യടാ? എന്നെ കൊല്ലുവോ? എന്നാ പിന്നെ കൊല്ലടാ എന്ന് പറഞ്ഞു. എന്റെ പൊന്നമ്മ, എന്റെ പ്ലാൻ എല്ലാം ചീറ്റിപ്പോയി, ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ ഇന്ദ്രൻ. എന്താ നീ പറഞ്ഞത്? തോറ്റുപോയെന്നോ? ആ അമ്മ, ഞാൻ തോറ്റുപോയി. അപ്പൊ വേഗം തന്നെ വിഷു അവിടെ എഴുന്നേറ്റ് വന്നിട്ട്, എന്റെ ചേട്ടാ ഒരു കാര്യം പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഒരു പെണ്ണ് അല്ലെങ്കിൽ ചേട്ടൻ കാരണം എത്ര പെൺകുട്ടികളാ കണ്ണീര് കുടിക്കുന്നതെന്ന് അറിയുവോ? ചേട്ടൻ കാരണം പല്ലവി ചേച്ചിയുടെ ജീവിതമേ നശിപ്പിച്ചു. ഇനി ബാക്കിയുള്ള പെൺകുട്ടികളുടെ ജീവിതം കൂടി എന്തിനാ നശിപ്പിക്കുന്നത്? ആ ശാപമൊക്കെ എങ്ങനെ മാറൂന്നാ വിചാരിച്ചിരിക്കുന്നത്? ഒരു പെണ്ണിന്റെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും 7 തലമുറ ഫലിക്കൂന്നാ പറയണത്. അതുകൊണ്ട് എന്റെ പൊന്നു ചേട്ടനോട് പറയുന്ന കേക്ക്. നീ എന്താ എന്നെ ഉപദേശിക്കുവാണോ? ഉപദേശമൊന്നും അല്ല, നന്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് കരുതിച്ചാൽ മാത്രം മതി. ചേട്ടന്റെ നന്മയ്ക്ക്. ഓഹോ, നീ എന്നെ ഉപദേശിക്കാറായി അല്ലടാ എന്ന് ചോദിച്ച വിഷുത്തിന്റെ കുത്തിന് കയറി കഴുത്തിന് പിടിക്കുകയാണ്. വിറ എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയും അമ്പിയൊക്കെ ചെല്ലുന്നുണ്ട്. ദേ മേലിൽ ഒരു കാരണവശാലും നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത്. ഞാനേ ഇപ്പൊ നോക്കണ ആരാടാ ജയിച്ചത്? നിഖില് അവന്തിയുടെ കഴുത്തിൽ താലി കെട്ടണമായിരുന്നു. എങ്കിൽ മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? അവൻ കഴുത്തിൽ താലി കെട്ടാൻ പറ്റിയില്ല. അപ്പൊ ആരാടാ തോറ്റത്? ഈ ഞാനല്ലേ തോറ്റത്? ഈ ഇന്ദ്രൻ മാത്രമാണ് തോറ്റത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. എന്നെ ഉപദേശിക്കാൻ വന്ന ഈ പിടുത്തുണ്ടല്ലോ, അത് ഞാനങ്ങ് മുറുക്കും. അനിയനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി പൊന്നും മഠത്തിലുള്ള അംഗങ്ങളും അതിന് ശേഷമുള്ള ഒരു കുറേ നർമ്മങ്ങളും ഒക്കെ ആയിട്ടാണ് ഇനി അടുത്ത ആഴ്ചത്തെ വിശേഷം വരുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.